എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യവുമാണ്, അന്ന് ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യവും കൂടിയാണ്. എന്തായാലും തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2.5 വർഷത്തെ അമേരിക്കയിലെ ആ ഒരു ജീവിതം നമ്മളങ്ങനെ അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല. എന്താ പറയുക, മകൻ മുതിർന്ന ക്ലാസ്സിലേക്കൊക്കെ ആയി തുടങ്ങി. അപ്പോൾ തോന്നി എന്നാൽ ഇനി നാട്ടിൽ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച്. ഇവിടെ എന്തെങ്കിലും ഇവിടെ ചെയ്യാട്ടെ, ഇവിടെ അടിപൊളി വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിലേക്ക് കടന്നാൽ പിന്നെ നമ്മളത് അവസാനിക്കാൻ കുറേ വർഷങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ തന്നെ അങ്ങോട്ട് മാറുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ മാറാമെന്ന് വിചാരിക്കണത്. പിന്നെ ഹസ്ബൻഡിനായാലും നമ്മൾ എറണാകുളത്തായതുകൊണ്ട് ജോലി ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇൻഫോ പാർക്കൊക്കെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആലോചിച്ച് നോക്കിയപ്പോൾ നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ മാത്രമല്ല, നാടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേരൻസ്, നമ്മുടെ എന്താ പറയുക, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ച് പോരും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും തീരുമാനിച്ചേക്കണത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ വിസയും കൂടി ഉണ്ട് കേട്ടോ ഇനി. നിങ്ങൾ എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ നാട്ടിൽ കഴിഞ്ഞ തവണ പോയപ്പോൾ ഹൈദരാബാദ് പോയിട്ട് നമ്മൾ വിസ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് 3 വർഷത്തേക്കും കൂടി നമുക്ക് വിസയൊക്കെ നീട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഉണ്ട് 2 വർഷവും കൂടി വിസയൊക്കെ. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം, അതാണ് നല്ലതെന്ന് തോന്നി. പല ഫ്രണ്ട്സും പലരും പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പോണേ, ഈ ഒരു വിസ കിട്ടാൻ ഭയങ്കര പാടാണ്, അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് പോണത് മണ്ടത്തരമല്ലേ, അടിപൊളി നാടല്ലേ, എന്തിനാണ് വെറുതെ പോണേ എന്നൊക്കെ പലരും ചോദിച്ച്. ശരിയായിരിക്കാം, പക്ഷേ എന്തോ നമ്മൾ നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കണം. എന്തായാലും ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ. സങ്കടമുണ്ട്, അല്ല വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടിപൊളി നാട്, നമ്മളിവിടേക്ക് ഒരുപാട് അങ്ങോട്ട് അടുത്ത് പോയി. നമ്മൾ റൂമിൽ തന്നെ അങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കണ ഒരാളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അമേരിക്കയിൽ ഒരുവിധപ്പെട്ട എത്ര പറയുക, ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്ത്, ഒരുപാട് യാത്രകൾ ചെയ്ത്, ഒരുപാട് ഫുഡുകൾ കഴിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെ ഈ നാടുമായിട്ട് കുറേ അടുത്ത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരു വിട്ടുപോകാമെന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. എങ്ങനെ ഒരു തിരിച്ചുപോക്ക് പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമാണ്, ഞങ്ങൾക്കും വിഷമമാണ്. പിന്നെ എന്താ ചെയ്യുക, പോകാം. എപ്പോഴും എല്ലാ കാലവും ഇവിടെ തന്നെ അങ്ങനെ നിൽക്കാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് നാട്ടിലേക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മുടെ വീട് അതൊക്കെ പൂട്ടിയിട്ടിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നേക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ നമ്മുടെ പേരൻസ്, അപ്പോൾ അവരൊക്കെ വായോ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം. അങ്ങനെ അതെല്ലാം കൊണ്ട് ചിന്തിച്ച് നോക്കിയപ്പോൾ എന്നാൽ പോകാം, 2 കൽപ്പിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. പിന്നെ നമ്മൾ കൂടുതലും വേറെ ആരോടും അങ്ങനെ ചോദിച്ചില്ല. നമ്മുടെ കിടെ ചോയ്സാണല്ലോ, നമുക്ക് ഇഷ്ടം എന്താണോ ആ ഒരു തീരുമാനം നമ്മളെടുത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുള്ള് തിരക്കുകളായിരിക്കും. അപ്പോൾ ഞാനതെല്ലാം കൂടി കൂട്ടി ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താട്ടോ. അല്ലെങ്കിൽ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. ഈ അടുത്ത കാലത്തൊന്നും വീഡിയോസൊന്നും തീരില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിൽ തന്നെ തീർക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ടിട്ടേ, നമുക്കിടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ നമ്മൾ വിസ ഉള്ളതുകൊണ്ട് 2 വർഷവും കൂടി ഇനി ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയത്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, വിൽക്കണം. മെയിനായിട്ട് നമ്മുടെ കാറ്, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വിഷമം. അപ്പോൾ എന്തായാലും അതൊക്കെ നേരിട്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ, ഓരോന്നോരോന്നായിട്ട് കാണിക്കണേനും ഭേദം. ഓക്കെ ഗേയ്സ്, നമ്മുടെ പാർസലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, റെഡ് പെട്ടിയിലായിട്ട്. അപ്പോൾ നമ്മളത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 50 കിലോയാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടു കൊടുക്കാൻ പോണത്. അപ്പോൾ ഇന്നിപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഷിപ്പിലാണ് ഇവിടുന്ന് കടത്തി വിടാൻ പോണത്. അപ്പോൾ 3 മാസം എടുക്കും ഇവിടുന്ന് നാട്ടിലെത്താനായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. ഒരു ചേട്ടൻ ആണ്, ഒരു ഇന്ത്യൻ ചേട്ടനാണ് ഈ പരിപാടി നടത്തണം. അവർ കുറേ പേര് കൂടി നടത്തണുണ്ട് ഈ ഒരു പാർസൽ സർവീസ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാർസൽ കൊടുക്കണം. അതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ട് അവരുടെ ഓഫീസിലൊക്കെ കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ അവരുടെ വീട്ടിലായതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ നമ്മളത് രാവിലെ തന്നെ കൊടുക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. പെട്ടിയിൽ
എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചതെന്നുള്ളതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ആകെ ഒരു തിക്കും തിരക്കായിരുന്നു. കുറേ പാത്രങ്ങൾ, കുറേ ഡ്രസ്സുകൾ, അല്ലറ ഇല്ലറ കുറച്ച് സാധനങ്ങൾ കുറച്ചേ കൊണ്ടുള്ളൂ. ആ പെട്ടി കാണുന്ന പോലെ ഒന്നുമല്ല, ഉള്ളിൽ കുറച്ച് സാധനമേ കൊള്ളുള്ളൂ. പെട്ടെന്ന് തന്നെ നിറഞ്ഞ്. അങ്ങനെ അപ്പോൾ അത് ഒരു കണക്കിന് കെട്ടി വണ്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ, നമുക്ക് നാട്ടിലേക്ക് അയക്കാനുള്ള പാർസൽ 25 കിലോ വെച്ചിട്ടുള്ള 2 പെട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒരു വിധം കുത്തിക്കയറ്റി എന്ന് തന്നെ പറയാം. 25 കിലോ വെച്ചിട്ടാൽ പറ്റുള്ളൂ, എന്നാലും അത് മാക്സിമം 25 തന്നെ ആക്കി എടുക്കണ്ടേ. അങ്ങനെ ആക്കി അതൊക്കെ ഒട്ടിച്ച് കയറ് വെച്ചിട്ടൊക്കെ കെട്ടി റെഡിയാക്കി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർസൽ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് വഴി അയക്കാം, അതുപോലെ തന്നെ ഷിപ്പ് വഴി അയക്കാം കേട്ടോ. ഫ്ലൈറ്റ് വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാർജാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തും സാധനം. ഷിപ്പാകുമ്പോൾ അത്ര ക്യാഷില്ല, എങ്കിലും ഇത് $250 മീതെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 3 മാസം എടുക്കും അവിടെ എത്താനായിട്ട്. കാരണം കടലിൽ കൂടിയാണല്ലോ അത് അവിടെ എത്തണത്. അപ്പം നമുക്ക് പിന്നെ പതുക്കെ നാട്ടിലെത്തിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഷിപ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പെട്ടിയും സാധനങ്ങളൊക്കെ ഈ ചേട്ടൻ തന്നെ തന്നതാണ് കേട്ടോ. അവർ തന്നെ ആ ഒരു പാർസലുകാർ തന്നെ അവരുടേതായ പെട്ടി തന്നെ വേണമല്ലോ സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന് മുമ്പും ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2ാമത്തെ തവണയാണ്. അന്ന് പോയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെക്കുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇവിടെ ഒരു വില്ലയിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. തൊട്ടടുത്താണെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ മിക്ക ആളുകളും ഇന്ത്യൻസാണ് കേട്ടോ ഈ വീടുകളിലൊക്കെ താമസിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ചേട്ടൻ്റെ വീട്. ഫ്രണ്ടിൽ തന്നെ വാനൊക്കെ കിടക്കണുണ്ടല്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ പാർസലൊക്കെ വെക്കേണ്ടത്. അപ്പോൾ നമ്മളിനി നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റത്തെ കടമ്പയാണ് കേട്ടോ ഇത്, പാർസൽ അയക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ വിറ്റഴിക്കണം. പിന്നെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ നമുക്ക് പരമാവധി കൊണ്ടുപോകാൻ പറ്റണതൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഡൊണേഷൻ ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് ഇടാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഉപകാരം. നമുക്കല്ലെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിൽ കളയേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതില്ലാതെ നമുക്ക് ആ ഒരു ബോക്സിൽ ഇട്ടാൽ മതി. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ബോക്സുകൾ. നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ് അല്ലെങ്കിൽ ബാഗ് അങ്ങനത്തെ എന്ത് ഐറ്റംസുകൾ വേണമെങ്കിലും നമുക്ക് ആ ബോക്സിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വിറ്റഴിക്കണം. നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയാണ് കേട്ടോ ഇതൊക്കെ വിറ്റഴിക്കണത്. ഈ പഴയ സാധനങ്ങൾ വിൽക്കുക അതുപോലെ തന്നെ വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത് അമേരിക്കയിൽ ഡെയിലി നടക്കണ സംഭവം ഉണ്ടാവും. വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സോഫ സെറ്റാണ് കേട്ടോ വിൽക്കണത്. സോഫ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സോഫയായിട്ടും അതുപോലെ തന്നെ ബെഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിങ്ങനെ മടിക്ക് വെച്ചേക്കണതാണ്. അതിന് കുറേ ഇങ്ങനെ പില്ലോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ചേച്ചി വന്നിട്ടാണ് അത് വാങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതാണ് കേട്ടോ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് എല്ലാത്തിൻ്റെയും, ഒന്ന് ഓർത്ത് വെക്കാമല്ലോ അത്ര തന്നെ. അപ്പോൾ അതേ അതിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിളാണ് വിൽക്കാനിട്ടത്. പക്ഷേ നമുക്ക് മണ്ടത്തരം പറ്റിയട്ടെ, ഇത് ആദ്യമേ ഇടണ്ടായിരുന്നു. ഇതൊന്നും പെട്ടെന്ന് പോകൂല എന്ന് വിചാരിച്ചാണ് പരസ്യം ഇട്ടത്. പക്ഷേ ഇതിന് വേഗം തന്നെ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന സ്ഥിതിക്ക് കൊടുക്കാതെയും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിളും കൊണ്ടുപോകണ കാഴ്ചയാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിനാണെങ്കിൽ 5-8 ചെയറൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അവർക്ക് എല്ലാ ചെയറും കൂടി ആ കാറിൽ കയറുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഒരു ചെയർ അവിടെ വീട്ടിൽ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഈ ചെറിയ കാറിൽ ഇത്രയും ഐറ്റംസുകളൊക്കെ കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ടെമ്പോ വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചാർജാണ്. അതിലും ഭേദം പുതിയ ഡൈനിങ് ടേബിൾ വാങ്ങിക്കുക, അത്രയ്ക്ക് ചാർജ് വരും. അതുകൊണ്ട് ഇവിടെയൊക്കെ മിക്ക ആൾക്കാർ അവരവരുടെ കാറിന് തന്നെയാണ് കേട്ടോ സാധനങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കുത്തിക്കയറ്റി അവരത് ഒപ്പിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ചെയർ അതിൽ കയറണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ അവിടെ വേണ്ടാന്നും പറഞ്ഞ് അതവിടെ മാറ്റി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഐറ്റംസ് അവർ കൊണ്ടുപോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ഈ ഒരു ചെയറാണ് കേട്ടോ ആക്കി വന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഇരിക്കലാകെ അതേ ഒരു ചെയർ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മളിതേ അടുത്തത് പ്രിൻ്ററാണ് കേട്ടോ വിൽക്കാനിട്ടത്. ഇതൊക്കെ നമ്മൾ പല പല ദിവസങ്ങളായിട്ട് നടന്ന സംഭവമാണ്, അല്ലാതെ ഒരു ദിവസം അടുപ്പിച്ചുള്ള ദിവസങ്ങളിലൊന്നും അല്ല കേട്ടോ സംഭവങ്ങൾ. ഇങ്ങനെ എത്ര ദിവസങ്ങൾ ആഴ്ചകൾക്കിടയിൽ നടന്നതാണെന്ന് അറിഞ്ഞാൽ ഞാനിതൊരു വീഡിയോയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ പ്രിൻ്ററൊക്കെ കൊടുക്കുമ്പോൾ എന്തൊരു വിഷമമാണെന്ന് അറിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും
അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കടയിൽ പോയി പ്രിൻ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലും ഭേദം നമുക്ക് സ്വന്തമായിട്ടൊക്കെ വാങ്ങിക്കാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അത് ഇങ്ങനെ കൊടുക്കണ കാണുമ്പോഴേ ഒരു വിഷമം. അപ്പം അതിൻ്റെ ആ പെട്ടിയോട് കൂടിയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഭയങ്കര വിലയൊന്നും അല്ലട, നിസ്സാര വിലക്കാണ് ഓരോ ഐറ്റംസും വിൽക്കണത്. അത് പിന്നെ അറിയാലോ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് പോലെയാണല്ലോ ഓരോ ഐറ്റംസും വിൽക്കണത്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇതൊക്കെ റൂമിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ. വീട് നമ്മൾ കാലിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ വിറ്റഴിക്കണം. അല്ലെങ്കിൽ ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതേ അടുത്തത് ചെയറാണ് കൊണ്ടുപോകണത്. ഓഫീസ് ചെയർ നമുക്കിവിടെ ഉണ്ടായിരുന്നല്ല, ഹസ്ബൻഡ് വർക്ക് ചെയ്യണതും പിന്നെ പിള്ളേർ പഠിക്കണതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാത്താണെങ്കിൽ ഒന്നും കൊടുക്കണ്ട അത് പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് ഇത് നമ്മുടെ സവാളയൊക്കെ ഇടുന്ന സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഞാൻ പോകില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ പരസ്യം ഇട്ടതാണ്. പക്ഷേ ഇട്ട നിമിഷം തന്നെ അതങ്ങോട്ട് വിറ്റു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കിച്ചണിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകും. അടുത്തതായിട്ട് ഇതേ ടി വി ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ടി വി സ്റ്റാൻഡും അത് മൊത്തത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വില കൂടിയ ഐറ്റംസുകളൊക്കെ പോയില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയി കളയാൻ ഭയങ്കര വിഷമമാണ്. അതിലും ഭേദം നിസ്സാര വിലക്കാണെങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അതും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും നമ്മൾ തന്നെയാണ് കേട്ടോ വണ്ടിയിൽ എത്തിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് തന്നെ അത് താങ്ങി പിടിച്ച് വണ്ടി വരെ എത്തിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതിനുശേഷം ഫാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഐറ്റംസുകളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം നമ്മളിതിങ്ങനെ നിത്യമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര ഒരു വിഷമമാണത്. കാര്യം നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതൊക്കെ ഇങ്ങനെ പോണ കാണുമ്പോൾ എന്തോ മാതിരിയാണ്. ഞാനതപ്പോൾ ഇങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നീടാണെങ്കിലൊക്കെ ഒന്ന് കാണാമല്ലോ, ഓരോ ഓർമ്മയല്ലേ ഇതൊക്കെ. അതിന് ശേഷമാണ് മക്കളെ നമ്മുടെ മിക്സി അങ്ങനെ പോവുകയാണ്. കിച്ചണിൽ ഓരോ സാധനങ്ങൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മിക്സിയൊക്കെ ലാസ്റ്റാണ് നമ്മളങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതിന് ശേഷം അതേ നമ്മുടെ റോബോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡൈനിങ് ടേബിൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം നമുക്ക് ഫുഡ് കഴിക്കാറൊന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. ടേബിളേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊരു ഫ്രണ്ടാണ്, അവർക്ക് ടേബിൾ അധികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളും ചെയറൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലിരുന്നാണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ റോബോട്ട് പോണ പോക്ക് കണ്ടില്ലേ. അങ്ങനെ ഓരോരോ ഐറ്റംസുകളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി കൊടുക്കാനുള്ളൊരു തിക്കും തിരക്കിലാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഷോറൂമുകളുണ്ടല്ലോ, ഏജൻറ്റുമാർ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. വണ്ടി കൊടുക്കണതിൻ്റെ ഒരു വിഷമമാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്താ പറയുക, നാട്ടിലും വണ്ടി ഉണ്ടെങ്കിലും നമ്മളിവിടെ വെച്ചിട്ട് യാത്ര ചെയ്ത പോലെ വേറെ നാട്ടിൽ പോലും ഇത്ര യാത്രകളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ അമേരിക്ക മൊത്തത്തിൽ നമ്മളെ ചുറ്റി കാണിച്ചൊരു വണ്ടിയല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി വിൽക്കാന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും. പിന്നെ എന്താ ചെയ്യുക, വിൽക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഒന്നും ഇവരായിട്ടൊക്കെ സംസാരിച്ച റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ നാളെയും പോകണം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ ഒരുപാട് ഏജൻറ്റുമാരുണ്ടല്ലോ ഇവിടെ. പിന്നെ പല സൈറ്റ് വഴിയൊക്കെ നമുക്ക് വിൽക്കാം. എങ്ങനെയാണ് എവിടെ നിന്നാണ് ആ വണ്ടി നമ്മൾ ഉദ്ദേശിക്കണ റേറ്റിന് പോണേന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നേക്കാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കണം. ഞാൻ ഹസ്ബൻഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ തിരിച്ചു പോകാൻ തന്നെ പോകും. കാരണം പിള്ളേർ സ്കൂളിൽ വന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോകണം. അങ്ങനെ പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കണം. 1-2 വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒരുപാടൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഈ ആളുകൾ വന്ന് ഈ സാധനങ്ങൾ എടുക്കുമ്പോഴേ നമ്മളെങ്ങനെയാണ് വീഡിയോ എടുക്കുക, അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എടുത്തിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു ക്ലിക്കുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കട്ടിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1 എണ്ണം ഇപ്പോൾ പോയിട്ടുണ്ട്, കീൻ സൈസിലുള്ളത്. ഇനി കിങ്ങും ഉണ്ട്, പിന്നെ ഒരു ചെറുതും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ കട്ടിലിൻ്റെ ആ ഫ്രെയിം മാത്രം ഉണ്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബെഡ് കൊടുത്തിട്ടില്ല. ബെഡൊന്നും ആരും അങ്ങനെ വാങ്ങില്ല എന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മുടെ നല്ല ബെഡാണെന്നേ, ഒട്ടും പഴക്കമൊന്നുമില്ല.
എന്തായാലും ഇപ്പോൾ ബെഡ് കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് കിടക്കണമല്ലോ. അപ്പോൾ കട്ടിൽ ഒരെണ്ണം കൊടുത്തു, ഇനിയിപ്പോൾ അടുത്ത കട്ടിലുകൾ ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ച്. ബെഡ് പിന്നെ ലാസ്റ്റത്തേക്ക് വെച്ചേക്കാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല, ഇങ്ങനെ ആളുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ വേസ്റ്റ് ഇടുന്നോടത്ത് കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടേക്കണത്. അപ്പം ഞാൻ പറയും, ഇവരെന്തിനാണ് ഇതിങ്ങനെ കളഞ്ഞിട്ടേക്കണേന്ന്. നമുക്കൊരു സമയം വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. കാരണം ഇത് വിറ്റ് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ ചെയ്യുക, കൊണ്ടുപോയി അവിടെ തള്ളാനേ പറ്റുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസ്റ്റോറാണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ റീസ്റ്റോർ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ മേടിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കൊടുക്കാം നമ്മുടെ സാധനങ്ങൾ. പൈസയൊന്നും കിട്ടൂല, ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അവരത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് അവർ ചാരിറ്റിക്ക് ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വണ്ടി വിളിച്ച് അവിടെ കൊണ്ടുപോയി എത്തിക്കണമെങ്കിൽ തന്നെ നല്ല പൈസ വരും. അവർ വീട്ടിൽ വന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് അന്വേഷിക്കണം. ഇനിയിപ്പോൾ വിറ്റ് സാധനങ്ങളൊന്നും പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളയണേലും നല്ലത്, വേസ്റ്റ് ഇടണേലും നല്ലത് അങ്ങനെയല്ലേ, വല്ല ചാരിറ്റി പോലെ കൊടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിട്ട് അതൊക്കെ ലാസ്റ്റിലേക്ക് വെച്ചേക്കാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പോകാനായിട്ട് ഇനി 2 ആഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്, നാട്ടിലേക്ക് പോണതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനങ്ങനെ വീഡിയോ ഒന്നിൻ്റെ എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാനുള്ള ഒരു സമയമില്ല. ആകെ ഒരു തിക്കും തിരക്കാണ്. പാക്കിംഗ് ഒക്കെ ചെറുതായിട്ട് തുടങ്ങി. അതൊക്കെയാണ് വിശേഷങ്ങൾ. അതേ വണ്ടി നോക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട, നമ്മളിത് ഈ ഒരു ഷോറൂമിലാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ നമ്മളെ പോലെ ഇങ്ങനെ വിൽക്കാനിട്ടേക്കണ വണ്ടികളാണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം, ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ സൈഡിലൊക്കെ ഉണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, നല്ല വെയിലാണ്. പിന്നെ മാത്രമല്ല ഞാൻ വെറുതെ അവിടെ ബോറടിച്ചിരിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയിലിരിക്കണേ. എന്തായാലും ഹസ്ബൻഡ് സംസാരിച്ച് വന്നു കഴിയുമ്പോൾ റേറ്റ് നോക്കണം. നമുക്ക് പറ്റിയതാണെങ്കിൽ കൊടുക്കും. ഇപ്പോൾ കൊടുക്കൂല കേട്ടോ, നമ്മൾ ഡേറ്റൊക്കെ പറയുമല്ലോ. അങ്ങനെ പറ്റിയില്ല എന്നാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നാളെ പോകുന്നുണ്ട് വേറെ സ്ഥലത്ത്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ എവിടെയാണ് 3 സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, എടുക്കാനുള്ളൊരു ഇതുണ്ടായില്ല, അതുകൊണ്ട് എടുത്തില്ല. 3 സ്ഥലത്ത് പോയിരുന്നില്ല. എല്ലാവരും ഒരേ മാതിരത്തെ ഒരു റേറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എവിടെയാണോ കൂടുതൽ കിട്ടണേ അവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ ഒരുപാട് ലാസ്റ്റത്തേക്ക് ആക്കാനും പറ്റൂലല്ലോ. വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുത്ത് എന്തൊക്കെയോ കുറേ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണേന് എന്തായാലും കുറേ മുമ്പേ തന്നെ വണ്ടി കൊടുക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഉദ്ദേശിച്ച റേറ്റ് ഒന്നും ഇവിടുന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞാലും നമ്മൾ ഇപ്പം തന്നെ വണ്ടിയൊന്നും കൊടുക്കില്ല, അവരൊരു ഡേറ്റ് പറയും. അപ്പോൾ ആ ഡേറ്റിന് അങ്ങോട്ട് എത്തിച്ച് കൊടുത്താൽ മതി വണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം ഉണ്ടായത് ഇവിടെ കുറച്ച് ദൂരമായിട്ടാണ്. ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, 1.5 മണിക്കൂർ ഡിസ്റ്റൻസിലൊരു സ്ഥലത്താണ് വന്നേക്കണത്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഡീലറായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് അത്ര റേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ വേറെ സ്ഥലത്ത് വന്നത്. എന്തായാലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നോക്കണമല്ലോ. ഇന്നും ഒരു വർക്കിംഗ് ഡേ ആണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കാണ്. അപ്പോൾ അതൊക്കെ ഇതിന് നമ്മൾ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ അവർ സ്കൂളിൽ വന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തണം. കാരണം ഇനിയിപ്പോൾ ഒട്ടും ദിവസമില്ലല്ലോ. പിള്ളേരെ സ്കൂൾ അടക്കണ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് ഇറങ്ങാനുള്ള ടൈമും കിട്ടൂല. ശനി ഞായറൊന്നും ഇവിടെ ഇതൊന്നും അത്ര ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇട ദിവസം ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടെ ഇവരെന്താണോ പറയണത്. ഇതാണ് കേട്ടോ സംഗതി. ഇത് കണ്ടോ, ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇതുണ്ട്, ഒരാളവിടെ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യണുണ്ടോ. അവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയില്ലേ.